സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ കർത്താവ് ഓരോരുത്തരെയും സൗഖ്യമാക്കുവാൻ എങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ള വിഷയമാണ്. I understand at least 20 times in the New Testament it's written the Lord healed all or everyone. കുറഞ്ഞപക്ഷം 20 പ്രാവശ്യമെങ്കിലും പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു എല്ലാവരെയും സൗഖ്യമാക്കി എന്ന് എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. Maybe even this morning many of you have come with various sickness. നിങ്ങളിൽ പലരും ഇന്ന് രാവിലെ പലവിധമായ രോഗത്തോടുകൂടി ആയിരിക്കാം ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്. Quite a number of our well-meaning children of God, they think God loves me, but He doesn't want to heal me. ഇത് നമ്മൾ പലരും നല്ല വിശ്വാസികൾ പോലും ചിന്തിക്കുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എങ്കിലും ദൈവം എന്നെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. As God gives grace, I want to share a few Bible verses to show how the Lord wants to heal us today, now, in this meeting. ദൈവം എനിക്ക് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ഇന്ന് ഈ യോഗത്തിൽ വെച്ച് ദൈവം നമ്മെ ഓരോരുത്തരെയും സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതായ ചില തിരുവെഴുത്തുകൾ നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. Children of God think God is able to heal me, but God is not willing to heal me. പല ദൈവമക്കളുടെയും ധാരണ എന്തെന്നാൽ ദൈവത്തിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും, എന്നാൽ എന്നെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് മനസ്സില്ല എന്നാണ്. And some even think God has given sickness. It is almost blasphemous to say that. മറ്റ് ചിലരുടെ ചിന്ത എന്നാൽ ദൈവമാണ് എനിക്ക് ഈ രോഗം തന്നിരിക്കുന്നത്, എന്നാൽ ഞാൻ പറയട്ടെ അത് ദൈവദോഷമാണെന്ന് വേണം പറയുവാൻ. God, a loving, gracious God, never gives sickness to any of His children. സ്നേഹവാനായ കൃപാലുവായ ദൈവം തന്റെ മക്കൾക്ക് ആർക്കും തന്നെ ഒരു രോഗവും ഒരിക്കലും വരുത്തുകയില്ല. Not only to the children of God, even to the worst sinner, Jesus never gives sickness. ദൈവമക്കൾക്കൊന്നും മാത്രമല്ല, ഏറ്റവും വഷളായി ജീവിച്ച ഒരു പാപിക്ക് പോലും കർത്താവ് രോഗം വരുത്തുകയില്ല. Only good things come from God. നന്മയായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നുള്ളൂ. It's my hope and prayer that this morning all of us will get healed so that we can glorify God and go. ഇന്ന് രാവിലെ നാം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും രോഗശാന്തി പ്രാപിച്ച് ദൈവനാമത്തിന് മഹത്വത്തിനായി ജീവിക്കുവാനായി ഇവിടം വിട്ടു പോകണമെന്നാണ് എന്റെ പ്രതീക്ഷയും പ്രാർത്ഥനയും. Pastor S.B. Ernest used to say, sickness does not glorify God, but healing only will glorify God. പരേതനായ പാസ്റ്റർ എസ് ബി എണസ് ഇങ്ങനെ പറയുമായിരുന്നു, രോഗം ഒരിക്കലും ദൈവത്തിന് മഹത്വം കൊടുക്കുകയില്ല, എന്നാൽ രോഗശാന്തിയാണ് ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്നതെന്ന്. Oh dear children of God, please don't think that God has given you sickness. ആകയാൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് വന്നിരിക്കുന്ന രോഗം ദൈവം തന്നതാണെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട. Please don't say this sickness is sanctifying me. ഈ രോഗം എന്നെ വിശുദ്ധീകരിക്കുകയാണെന്ന് ഒരിക്കലും നിങ്ങൾ പറയേണ്ട. If sickness is sanctifying you, that means the devil is sanctifying you who gave the sickness. ഈ രോഗമാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെങ്കിൽ രോഗം വരുത്തിയിരിക്കുന്ന പിശാചാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നത് ഓർത്തുകൊള്ളുക. It's true, in the time of sickness also God can do a sanctification work. That is true. നാം രോഗിയായിരിക്കുന്ന സമയത്തും ദൈവത്തിന് ഒരു വിശുദ്ധീകരണത്തിന്റെ വേല ചെയ്യുവാൻ കഴിയും എന്നത് വാസ്തവമാണ്. For sanctification we don't need sickness, we need Jesus. എന്നാലോ നമ്മുടെ വിശുദ്ധീകരണത്തിനായി നമുക്ക് ഒരു രോഗവും ആവശ്യമില്ല, അതിനെയോ യേശുവിനെയാണ് നമുക്ക് ആവശ്യം. Let me share with you, as God gives me grace, how much our Jesus is willing and waiting to heal you now. ദൈവം നമ്മളെ എത്രത്തോളം സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. But once more than you are desiring healing, He is desiring your healing. Do you know that? നിങ്ങളുടെ സൗഖ്യത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഉപരിയായി കർത്താവ് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? Not only that, when healing comes from Jesus, there is something special blessing for our soul and spirit also. അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു നമ്മെ സൗഖ്യമാക്കുമ്പോൾ നമ്മുടെ ദേഹിയിലും നമ്മുടെ ആത്മാവിലും വിശേഷിക്കപ്പെട്ട അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുന്നതാണ്. Shall we turn to John chapter 19 verse 1? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമുക്ക് തിരിയാം. Then Pilate therefore took Jesus and scourged him. Although it's only few words mentioned,
there is such a great depth of meaning, beloved ones, in this text. ഈ വേദഭാഗത്ത് ചില വാക്കുകൾ മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ എങ്കിലും ഇതിൽ ആഴമേറിയ അർത്ഥം അടങ്ങിയിരിക്കുന്നു പ്രിയരെ. Pilate therefore took Jesus and scourged him. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു. So many children of God think that Jesus got 39 stripes. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ 39 അടികൾ ഏറ്റുവെന്നാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത്. A Jewish custom according to the Jewish law, as we read in Deuteronomy, it is true 39 stripes only can be given according to the Jewish law. യഹൂദ നിയമപ്രകാരം ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നതെന്നാൽ 39 അടികൾ മാത്രമേ ഒരുവന്റെ മേൽ പെടാവൂ എന്നതാണ്. But Jesus was whipped not according to the Jewish law. Roman soldiers according to the Roman law scourged him. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ അടിയേറ്റത് യഹൂദ നിയമപ്രകാരമായിരുന്നില്ല, പിന്നെയോ റോമൻ പടയാളികളാൽ റോമൻ നിയമപ്രകാരമാണ് യേശു അടിയേറ്റത്. According to the Roman law, limitless blows can be given to the victims. റോമൻ നിയമപ്രകാരം എണ്ണമറ്റ അടികൾ കുറ്റവാളികൾ കൊടുക്കാമെന്നാണ് പറയുന്നത്. So it was two soldiers will stand on either side and they will be whipping alternately upon the victim. രണ്ട് പടയാളികൾ രണ്ടു പുറത്തുമായി നിന്നുകൊണ്ട് മാറി മാറി ഈ കുറ്റവാളിയെ അടിക്കുകയാണ് റോമൻ നിയമത്തിന്റെ പ്രമാണം. What I understand, the Roman whip was a long stick. At the end of that tied 12 leather cords, and at the end of the cords either a sharp bone or an iron hook is tied. റോമൻ നിയമപ്രകാരം അടിക്കുന്ന വടിക്ക് ഒരു വലിയ നീളമുള്ള വടിയായിരിക്കും, അതിൽ 12 തുകൽ വാറുകൾ ഉണ്ടായിരിക്കും. ഓരോ വാറിന്റെ അറ്റത്തും ഒന്നുകിൽ ഒരു ഈയക്കട്ട ഇല്ലെങ്കിൽ കൂർത്ത എല്ലിന്റെ കഷ്ണം ഉണ്ടായിരിക്കുന്നതാണ്. Trained soldiers only will be whipping the victim. പരിശീലിക്കപ്പെട്ടതായ പടയാളികളായിരിക്കും ഈ കുറ്റവാളിയെ അടിക്കുക പതിവ്. When one whip with all heaviness or hard way landing in the body of the victim, and that whip is taken out with 12 pieces of long pieces of flesh, as soon as that whip is removed, the other person's whip will be landing in the body. സർവശക്തിയും ഉപയോഗിച്ച് ഒരു അടി ശരീരത്തിൽ വീണ് കഴിയുമ്പോൾ ആ ചാട്ടുമാറ് ശരീരത്തിൽ നിന്ന് എടുക്കുമ്പോൾ 12 ഭാഗത്തു നിന്ന് മാംസ കഷണങ്ങൾ പറഞ്ഞു വരികയാണ്. അത് വന്നാൽ ഉടനെ തന്നെ അടുത്ത ചാട്ടുമാറ് ശരീരത്തിൽ പതിക്കുകയായി. Iron hook perhaps maybe 1 or 2 inches deep, it will take the flesh right inside, and the strong soldier when withdraws that whip, 12 pieces of flesh will be hanging in those hooks. ഈ ഇരുമ്പ് കഷണം ഘടിപ്പിച്ചിരിക്കുന്നതായ ചാട്ടവാറ് കൊണ്ട് അടിച്ച് അത് പുറത്തേക്ക് എടുക്കുമ്പോൾ 12 മാംസ കഷണങ്ങൾ ഇതിന്റെ അറ്റത്തെ തൂങ്ങിക്കിടക്കുന്നതായി കാണുവാൻ കഴിയും. And then comes the next whip, that also takes away almost 12 long pieces of flesh. ഉടനെ ഇതാ അടുത്ത അടി ശരീരത്തിൽ പതിക്കുകയായി. അതോടുകൂടെ അടുത്ത 12 മാംസ കഷണങ്ങൾ പുറപ്പെട്ടു വരികയായി. You see the terrible picture how Jesus was whipped on the back. We read in Psalm 129 verse 3. 129 സങ്കീർത്തനം 3 വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുതുക് എങ്ങനെ അടിച്ച് പറിച്ചു എന്നവിടെ കാണുവാൻ കഴിയും. The plowers plowed upon my back. They made long their furrows. You know, in the villages how with the oxen, the trained people will be plowing the land. ഗ്രാമപ്രദേശങ്ങളിൽ കാളകളെ ഉപയോഗിച്ച് നിലങ്ങൾ ഉഴുതുമറിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. While they are plowing the land, that particular yoke and the instrument with very hardly it will be going to the ground, so that on the ground you can see long lines. കാളയും കലപ്പയും ഉപയോഗിച്ച് ഈ നിലം ഉഴുതുമറിക്കുമ്പോൾ ആ നിലത്തിൽ ആഴമുള്ളതായ വലിയ കുഴികൾ പോലെ അത് പതിക്കുന്നതായി കാണുവാൻ കഴിയും. So about Jesus, the graphic picture we find the way that these soldiers whipped Jesus, it appeared as if that plowers plowing up on the back. കർത്താവായ യേശുക്രിസ്തുവിനെ
ഈ പടയാളികൾ അടിച്ചതിനോട് ഒന്നിച്ചിരിക്കുന്നത് വിടവുകാർ എന്റെ മുതുകിന്മേൽ വിടുവിച്ചാലുകൾ പോലെ നിലത്തിൽ കീറിയെന്നതാണ്. Beloved ones, it was not simply on the back, all over the body, indiscriminately those soldiers whipped him all over the body. അത് പുറത്ത് മാത്രമായിരുന്നില്ല, പിന്നെയോ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും യാതൊരുവിധമായ കരുണയും കൂടാതെ മൃഗീയമായ രീതിയിലാണ് ഈ പടയാളികൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഉഴുതുമറിച്ചത്. Read Psalm 22 verse 16 and 17, the way Jesus was whipped indiscriminately all over the body. യാതൊരുവിധമായ ദാക്ഷിണ്യവും കൂടാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം ആകമാനം ഉഴുതുമറിക്കപ്പെട്ടു എന്ന് 22-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കും. 16 and 17. 22-ാം സങ്കീർത്തനം 16-17 വാക്യം. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കും. For dogs have compassed me, the assembly of the wicked have encompassed me. They pierce my hands and my feet. I may tell all my bones, they look and stare upon me. I can count all my bones, and those bones are looking or staring at me. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു. Some of you, particularly those nurses or doctors who work in hospitals, when some accidents take place and some victims of the accidents are brought, maybe a small place, maybe a piece of flesh is gone and you may see little of the bone, how frightening or saddening will be that sight. ആശുപത്രിയിൽ വേല ചെയ്യുന്നതായ ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ ചിന്തിച്ചു നോക്കാമല്ലോ, അപകടത്തിൽപ്പെട്ടതായ ആരെയെങ്കിലും നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്പമെങ്കിലും എല്ല് പൊളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് കാണുവാൻ എത്ര ഭയാനകമാണ്, എത്ര ദുഃഖകരമാണ്. Remember, after Jesus was whipped in that place, there is a great possibility again the whip might have landed in the same place. Perhaps that might have exposed at least some of the bones of Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ ഒരു ഭാഗത്ത് തന്നെ പല പ്രാവശ്യം ഇതേപോലെ അടികൾ വീണതായിരിക്കും. ആയതുകൊണ്ടായിരിക്കാം തന്റെ അസ്ഥികളിൽ പലതും വെളിയിൽ കാണപ്പെടുവാനിടയായത്. Perhaps some of the bone in the skull or the chin, or maybe in the back or the leg or hands might have been exposed at least some little way. കാലിലെ അസ്ഥികൾ, കൈയിലെ അസ്ഥികൾ, താടിയിലെ അസ്ഥികൾ, തലയോട്ടി പോലും ഒരു പക്ഷേ ഇങ്ങനെ പുറമേ കാണത്തക്കതമായിരുന്നിരിക്കാം. You may see some picture of Jesus hanging on the cross. That is a real lie. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നതായ ചിത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അത് വെറും ഭോഷ്കാണെന്ന് ഞാൻ പറയട്ടെ. That is an imagination of some ungodly artist. അത് ദൈവഭയമില്ലാത്തതായ ആർട്ടിസ്റ്റിന്റെ സങ്കല്പം മാത്രമാണ്. What the Bible says is true. Let us look how the Bible explains the crucifixion of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് സത്യവേദ പുസ്തകം എങ്ങനെയാണ് പ്രതിപാദിക്കുന്നത് നമുക്ക് നോക്കാം. Isaiah 52 verse 14. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. As many were astonished at thee, his visage was so marred more than any man, and his form more than the sons of men. So many people were shocked when they saw him. He was so disfigured that he hardly looked human. അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാർ ആയതിനാൽ പലരും അവനെ കണ്ട് സ്തംഭിച്ചു പോയി എന്നാണ് വായിക്കുന്നത്. It is like in a butcher's shop. Some flesh is hanging there. Whether it is a human flesh or animals, you just cannot recognize it. If that way is a human body is disfigured, just imagine what will be the state of the Lord. ഇറച്ചിക്കടയിൽ ഇറച്ചി കഷ്ണങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ ഇത് മനുഷ്യന്റെ ഇറച്ചിയാണോ അതോ മൃഗത്തിന്റെ ഇറച്ചിയാണോ എന്ന് അറിയാൻ പാടില്ലാത്ത വിധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അത്ര വിരൂപമാക്കി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അതെങ്ങനെ ഇരുന്നിരിക്കുമല്ലോ. Oh, if you really have a glimpse and understanding of the suffering, how he was whipped, how his body was disfigured, you will not keep that photograph
or the picture of crucified Jesus, you will throw it away to the dustbin. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയെല്ലാം അടിക്കപ്പെട്ടു എന്നും എങ്ങനെയെല്ലാം തന്റെ മാംസ കഷണങ്ങൾ ചിതറിപ്പോയി എന്നും നിങ്ങൾ സങ്കല്പിക്കുന്നുവെങ്കിലും അങ്ങനെയെങ്കിലും സങ്കല്പിക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന യേശുവിന്റെ പടം ഒരിക്കലും അവിടെ വെച്ചുകൊണ്ടിരിക്കുകയില്ല. അതെടുത്ത് എറിഞ്ഞു കളയുക തന്നെ ചെയ്യും. തിരുമേനി തങ്കനിണം ചിന്തിയതിനാൽ താൻ തിരുമേനി തങ്കനിണം ചിന്തിയതിനാൽ നിൻ വിലയല്ലോ നൽകിയവൻ നിന്നെ സ്വർഗീയ സമ്പൂർണനാക്കിടുവാൻ. നിൻ വിലയല്ലോ നൽകിയവൻ നിന്നെ സ്വർഗീയ സമ്പൂർണനാക്കിടുവാൻ. Now let us look, dear ones, why those scourgings came upon Jesus. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഈ അടികൾ പതിക്കുവാൻ കാരണം എന്താണെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാം. Many children of God think all those sufferings of the whip was to forgive our sins. That is not at all true. പല ദൈവമക്കളും ചിന്തിക്കുന്നത് എന്തെന്നാൽ ഈ അടികളെല്ലാം കർത്താവായ യേശു ക്രിസ്തു ഏറ്റത് നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയാണ്. എന്നാൽ അത് വാസ്തവമല്ല പ്രിയരേ. Look at Isaiah 53 verse 4 and 5 to see why Jesus was whipped. കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് ഇങ്ങനെ അടി ഏറ്റതെന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. Surely he has borne our sicknesses and carried our pains. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. And then says, what for? With his stripes we are healed. അതിനുശേഷം പറയുന്നത് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നുവെന്നാണ്. All right, we will see the 1 Peter chapter 2 verse 24 very clearly says the death of Christ was for to forgive our sins, but the stripes of Jesus was for our healing. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് നമ്മുടെ പാപമോചനത്തിനു വേണ്ടിയും കർത്താവായ യേശു ക്രിസ്തു അടിയേറ്റത് നമ്മുടെ രോഗസൗഖ്യത്തിനു വേണ്ടിയുമെന്നാണ് നാം കാണുക. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു. So very clearly it is written there. He read English please. Who his own self bare our sins in his own body on the tree, that we being dead to sins should live unto righteousness, by whose stripes we are healed. Very clearly written, beloved ones. Jesus died on the cross to forgive our sins, but his stripes were for our healing. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപമോചനത്തിനു വേണ്ടിയാണ്. എന്നാലോ താൻ ഓരോ അടിയും ഏറ്റത് നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണെന്ന് വളരെ വ്യക്തമായി ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ പ്രിയരേ. Just think about 2 soldiers standing and whipping repeatedly unlimited blows and taking almost all the flesh out of him, so that at least some of the bones to be exposed and appeared disfigured, shattered body. That is for your healing and my healing. 2 പടയാളികൾ 2 വശത്ത് നിന്നുകൊണ്ട് മാറി മാറി അടിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ കാണപ്പെട്ടതായ മാംസം മുഴുവനും പറിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ തന്റെ അസ്ഥികൾ ഓരോന്നായി വെളിയിൽ കാണാവുകയായി. ഇതൊക്കെയും നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുവീൻ പ്രിയരേ. It is no surprise, beloved ones, although 3 were hanging on the crosses, both two thieves, but Jesus died before the 2. 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ നടുവിൽ 3-മനായി തൂങ്ങിക്കിടക്കുമ്പോൾ യേശു ആദ്യം മരിച്ചു എന്നതിന് യാതൊരുവിധമായ സംശയവുമില്ല. All the blows that landed on the body of Jesus and the pain and the suffering he has gone through brought death before the thieves. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ പതിഞ്ഞതായ അടികളും
കഷ്ടപ്പാടുകളും ആ വേദനകളും എല്ലാം കർത്താവിന്റെ മരണത്തെ ആദ്യം തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. Now, beloved ones, the truth that Holy Spirit want to emphasize this morning, if it is not God's will for you to be healed, do you think that Jesus will suffer so much for us? ഇന്ന് രാവിലെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്നാൽ, നാം സൗഖ്യം പ്രാപിക്കുക എന്നത് ദൈവത്തിന്റെ ഹിതം അല്ലായിരുന്നുവെങ്കിൽ യേശു അങ്ങനെയെല്ലാം അടിയേൽക്കണമായിരുന്നുവോ? Some children of God think, oh, God wants me to, this is a cross God has given me, I have to carry it. Absolutely no. എനിക്ക് വന്നിരിക്കുന്ന ഈ രോഗം ദൈവം നൽകിയിരിക്കുന്ന ഒരു കുരിശാണ്, ഞാനത് ചുമന്നുകൊണ്ട് പോകണമെന്നാണ് ചില ദൈവമക്കളുടെ ധാരണ. എന്നാൽ അത് തികച്ചും തെറ്റാണ് പ്രിയരെ. If it was only God's plan to only forgive your sins, then stripes were not necessary. Only the death on the cross was only necessary. നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുക എന്നത് മാത്രമായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു അടികൾ ഏൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അവന്റെ മരണം മാത്രം മതിയാകുമായിരുന്നു. Dear children of God, those who think that Jesus is not willing to heal you, think about the stripes, the lacerated body, how the flesh, perhaps the flesh might have been scattered all over the ground. Think 1 minute about it. കർത്താവായ യേശുക്രിസ്തുവിന് എന്നെ സൗഖ്യമാക്കുവാൻ മനസ്സില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ആ ക്രൂശിന്റെ മരണത്തിൽ വെച്ച് താൻ അടിക്കപ്പെട്ടതായ തന്റെ മാംസകഷണങ്ങൾ അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്നതായ ആ കാഴ്ച നിങ്ങൾ സങ്കല്പിച്ച് നോക്കുകയും. If it was God's plan for you to go to the hospital and medicine and doctor, then Jesus was a fool suffering all these stripes. ആശുപത്രിയിൽ പോവുക, മരുന്നെടുക്കുക, ഡോക്ടർമാരുമായി ബന്ധപ്പെടുക, ഇവയെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശത്തിൽപ്പെട്ട കാര്യമായിരുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് വെറും ഭോഷത്വമെന്ന് വേണം നാം കണക്കാക്കുവാൻ. Are you trying to tell Jesus, Lord, 2000 years ago those stripes were unnecessary. Now modern times we have better medicines. Only what we needed was your dying on the cross for our sins. 2000 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ശരീരത്തിൽ ഏറ്റതായ അടികളെല്ലാം ആവശ്യമില്ലാത്തതായിരുന്നു. ഈ ആധുനിക കാലത്ത് ഈ യുഗത്തിൽ ഞങ്ങൾക്ക് എല്ലാറ്റിനും പറ്റിയതായ ഔഷധമുണ്ടെന്ന് നാം ഇന്ന് ഈ കർത്താവിനെ നോക്കി പറയുകയാണോ? In one sense, beloved ones, with a broken heart, I am telling, when you are taking medicine, you are really despising the stripes of our Lord. ഒരു കാര്യം ഞാൻ ദുഃഖത്തോടുകൂടെ പറയട്ടെ, നാം ഓരോ പ്രാവശ്യവും മരുന്നെടുക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽപ്പെട്ടതായ അടിയെ നാം അധമമായി ഗണിക്കുകയാണ്. Have you noticed that verse that in Isaiah 53 we read, surely, first mention, surely. സാക്ഷാൽ എന്ന വാക്ക് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ നാം വായിക്കുകയാണ്. Bible every verse is sure and it is absolutely true. Then why should God, Holy Spirit add that word surely? വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കും വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ 4-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് സാക്ഷാൽ എന്ന പദം ഉപയോഗിക്കുവാൻ കാരണം എന്താണ്? Over 2700 years ago when the Holy Spirit wrote that, surely God knew in the modern times people are going to doubt that. 2700 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധാത്മാവ് സാക്ഷാൽ എന്ന ഈ പദം അവിടെ എഴുതി വെക്കുന്നതിന് കാരണം ദൈവം നേരത്തെ മുൻകണ്ടിരുന്ന വിഷയമാണ്. അന്ത്യകാലത്ത് ജനം ദൈവത്തിന്റെ വാഗ്ദത്തത്തെ സംശയിക്കുമെന്നത്. Now how true it is, all over the world, almost every Christian believe Jesus died for my sins. ലോകത്തിലെമ്പാടും എല്ലായിടത്തും എല്ലാ ക്രിസ്ത്യാനികളും കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിക്കുന്നവരാണ്. But even almost all the Pentecostal people, they don't trust. Stripes are for my healing, therefore I don't need any medicine, but my medicine is the stripes. Such belief is hardly known even among the Pentecostalists in this modern time. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ താൻ ഏറ്റതായ അടികൾ എന്റെ രോഗശാന്തിക്ക് വേണ്ടിയാണെന്ന് ഇന്ന് പലരും വിശ്വസിക്കുന്നില്ല. പെന്തിക്കോസ്തുകാർ പോലും ആ സത്യം വിശ്വസിക്കുന്നില്ല. A great number of Pentecostal people in the world, they believe Jesus died for my sins. For my sickness, I need the doctor. കർത്താവായ യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, എങ്കിലുമോ രോഗത്തിന് വേണ്ടി എനിക്ക് വൈദ്യനെ
എത്തിച്ചേരണമെന്നാണ് ഇന്ന് പല ബന്ധുക്കോസുകാർ പോലും വിശ്വസിക്കുന്നത്. God knew such an unbelief is going to come. Therefore, God added that word surely. ഇങ്ങനെയുള്ളതായ വിശ്വാസത്യാഗം ഭൂമിയിൽ വരുമെന്ന് ദൈവം മുൻകണ്ടിരുന്നത് കൊണ്ട് തന്നെയാണ് സാക്ഷാൽ എന്ന പദം ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. Dear child of God, at least today, take that word surely into our spirit. പ്രിയ ദൈവവൈതലേ, ഇന്നേ ദിവസമെങ്കിലും ആ സാക്ഷാൽ എന്ന പദം നിങ്ങൾ ഹൃദയംഗമായി വിശ്വസിക്കുക, അംഗീകരിക്കുക. I wish one moment in your spirit you will go to the foot of the cross and see that disfigured body of Jesus, all so many bones exposed, so much of flesh is gone from him. Look at him for 1 minute. ഒരു നിമിഷമെങ്കിലും ആത്മാവിൽ നിങ്ങൾ ആ കൽവരി ക്രൂശിന്റെ ചുവട്ടിലേക്ക് ചെന്ന് വികൃതമായി കിടക്കുന്ന മാംസകഷണങ്ങൾ അങ്ങുമിങ്ങുമായി ചിറകുതറി കിടക്കുന്ന ആ യേശുവിന്റെ ശരീരത്തെ ഒന്ന് നിങ്ങൾ ദർശിക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. Look at that lacerated body, the bruised body of Jesus. വികൃതമായി അടിച്ച് മറിച്ചിരിക്കുന്ന ആ യേശുവിന്റെ ശരീരത്തെ ഒന്ന് നിങ്ങൾ കുറിച്ചു നോക്കുവീൻ. Look almost all over the world, body right from head to foot, so much of flesh is removed from him. ഓ അടിതൊട്ടി മുടി വരെ എല്ലാ ഭാഗത്തു നിന്നും മാംസകഷണങ്ങൾ പറഞ്ഞു പോയിരിക്കുന്നു കാണുവീൻ. Right from the head to foot, all the stripes, all the lacerated, all the flesh gone, that the wounded body shows, my child, for every part of your body, right from head to foot, my stripes are for your healing. അടിതൊട്ടി മുടി വരെ അടിക്കപ്പെട്ടതായ ആ ശരീരത്തിൽ നിന്ന് മാംസകഷണങ്ങൾ എടുത്തു മാറ്റിയതിന്റെ കാരണം എന്റെ പൈതലേ, നിന്റെ ഓരോ രോഗത്തിനും ഞാൻ നിന്നെ സൗഖ്യമാക്കുവാൻ വേണ്ടി എന്ന് ദൈവം ഇപ്പോൾ അരുളി ചെയ്യുകയാണ്. His love is so great, beloved ones, that he may forgive our sins and heal our sicknesses too. അതെ, നമ്മുടെ പാപങ്ങളെ എല്ലാം ക്ഷമിച്ച് നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നതിന് വേണ്ടിയുള്ളതായ ദൈവത്തിന്റെ സ്നേഹം അത്ര മഹാബലിയതാണ് പ്രിയരെ. Can you find such a love anywhere in this world? ഈ ലോകത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഈ വിശേഷിക്കപ്പെട്ടതായ സ്നേഹത്തെ കാണുവാൻ കഴിയുമോ? Are you telling the Lord, Lord, I love you very much, but I don't trust you even for a headache? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എങ്കിലും ഒരു തലവേദനയ്ക്ക് പോലും ഞാൻ നിന്നെ ആശ്രയിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. Look at the love hanging on the cross. കൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി തൂങ്ങിക്കിടക്കുന്ന ആ സ്നേഹത്തെ നിങ്ങൾ ഉറ്റുനോക്കുവീൻ. It is the symbol and emblem and embodiment of love. അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിന്റെ അടയാളവും പ്രതിമയുമായി കാണപ്പെടുകയാണ്. Itra sneham, Itra sneham, Itra sneham, everyone, Itra sneham, everyone, എല്ലാവരും ചേർന്ന് പാടുക. Itra sneham, Itra sneham, everyone. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകനാം. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ. എല്ലാവരും ചേർന്ന് ഒരു പ്രാവശ്യം കൂടി. എത്ര സ്നേഹം, എത്ര സ്നേഹം. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഓ ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, മനുഷ്യരെന്തു നന്മ കണ്ടു നീ രക്ഷകനാം. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകനാം. Every time, dear child of God, you are taking medicine, perhaps unknowingly, you are whipping Jesus again. പ്രിയ ദൈവവൈതലേ, ഓരോ പ്രാവശ്യവും നീ മരുന്നെടുക്കുമ്പോൾ നീ നിന്റെ അറിവ് കൂടാതെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരടി അടിക്കുകയാണ് ചെയ്യുന്നത്. Beloved child of God, the salvation that Jesus brought from heaven is for our spirit, soul and body. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കൊണ്ടുവന്നായ ഈ മഹാവലിയ രക്ഷ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനും കൂടെ ഉള്ളതാണ് പ്രിയമുള്ളവരെ. God doesn't want you only just to give your heart to Jesus and then body to the doctor and the mind to the psychiatrist. God wants the total man for Jesus. നിങ്ങളുടെ ഹൃദയം കർത്താവിനും നിങ്ങളുടെ ശരീരം വൈദ്യനും
നിങ്ങളുടെ മനഃശാസ്ത്ര വിദഗ്ധനും കൊടുക്കുവാനല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി ആകമാനം ദൈവത്തിന് കൊടുക്കണമെന്നാണ് ദൈവത്തിന്റെ പ്രതീക്ഷ. Today the love of God is arresting you and bringing you to the foot of the cross. ഇന്ന് രാവിലെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ ബദ്ധരാക്കി കാൽവരി ക്രൂശിലേക്ക് കൊണ്ടുവരികയായി. Don't go away anywhere. Come to the foot of the cross. മറ്റ് ഒരിടത്തേക്ക് നിങ്ങൾ ഓടിപ്പോകരുത്. യേശുവിന്റെ കുരിശിലേക്ക് മടങ്ങി വരുവീൻ. Look at the love of Calvary. കാൽവരി സ്നേഹത്തെ നിങ്ങൾ ഉറ്റുനോക്കുവീൻ. There only you see the perfect love. അവിടെ മാത്രമാണ് തികഞ്ഞ സ്നേഹം നിങ്ങൾക്ക് കാണുവാൻ There only you കഴിയുന്നത്. find the perfect healing for spirit, soul and body. നിങ്ങളുടെ ആത്മാവിനും പ്രാണനും ശരീരത്തിനും പരിപൂർണ സൗഖ്യം അവിടെ മാത്രമാണ് നിങ്ങൾ കാണുവാൻ കഴിയുക. You are taking medicine one sense in the Bible. You are striking out the word that with his stripes we are healed. നിങ്ങൾ മരുന്നെടുക്കുന്നതിന്റെ അർത്ഥം എന്തെന്നാൽ അവന്റെ അടിപ്പിണലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന തിരുവഴുത്ത നിങ്ങൾ കീറിക്കളയുന്നത് പോലെയാണ് പ്രിയരെ. If God wants you to take medicine, Jesus wouldn't have taken those terrible, horrible stripes, beloved ones. നിങ്ങൾ മരുന്നെടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ആ ഭയാനകമായ ഭീകരമായ അടികൾ ഏൽക്കേണ്ടതില്ലായിരുന്നു പ്രിയരെ. I raise the Bible and tell you from the Bible, right from Genesis to Revelation, never a saint ever took medicine. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിക്കുമ്പോൾ സത്യവേദ പുസ്തകത്തിൽ ഒരിക്കലും ഒരു വിശുദ്ധൻ മരുന്ന് ഉപയോഗിച്ചതായി കാണുകയില്ല എന്ന് ബൈബിൾ ഉയർത്തി ഞാൻ സത്യം ചെയ്യുകയാണ്. If some of you are offended with me, forgive me, but let me tell you the truth from the word of God. നിങ്ങൾ ആർക്കെങ്കിലും ഞാൻ ഇങ്ങനെ പറയുന്നത് ഇടർച്ചയായി തോന്നുന്നെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുവീൻ. എങ്കിലും ഞാൻ സത്യം തുറന്നു പറയുകയാണ്. Jeremiah chapter 46 verse 11 says, all those who take medicine are backsliders. യിരെമ്യാ പ്രവചനം 46 അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ 11th verse. 11 വാക്യം വായിക്കുമ്പോൾ പിന്മാറ്റക്കാരാണ് മരുന്ന് കഴിക്കുന്നത് നാം കാണുന്നുണ്ട്. മിസ്രയീംപുത്രിയായ കന്യകേ, ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ. നിനക്ക് രോഗശാന്തി ഉണ്ടാകയില്ല. Go up into Gilead and take balm, O virgin, the daughter of Egypt. In vain shalt thou use many medicines, for thou shalt not be cured. So here, the people, those who take medicine, is told, daughter of Egypt. ഔഷധം ഉപയോഗിക്കുന്നവരെ മിസ്രയീം പുത്രിമാരെന്ന് ഇവിടെ അഭിസംബോധന ചെയ്യുകയാണ്. Many of you know, daughter of Egypt in the Bible means backslider. വേദപുസ്തകത്തിൽ മിസ്രയീം പുത്രി എന്ന് പറയുമ്പോൾ അത് പിന്മാറ്റത്തേക്ക് കുറിക്കുകയാണ്. Daughter of Zion means servants of God. സിയോൻ പുത്രിമാർ എന്ന് പറയുമ്പോൾ അത് കർത്താവിന്റെ വേലക്കാരെ കാണിക്കുകയാണ്. Daughter of Jerusalem means believers. യെരൂശലേം പുത്രിമാരെന്ന് പറയപ്പെട്ടിരിക്കുമ്പോൾ അത് വിശ്വാസികളെ കുറിക്കുകയാണ്. So here those who take medicine are called daughter of Egypt. O daughter of Egypt, in vain shalt thou use many medicines, for thou shalt not be cured. ഇവിടെ ഇതാ ഔഷധം ഉപയോഗിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. മിസ്രയീം പുത്രിയായ കന്യകയെ, നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ. നിനക്ക് രോഗശാന്തി ഉണ്ടാവുകയില്ല. When you read Hebrews chapter 11, we read all of them. Those are so many names we have no time to read. All the heroes of faith mentioned in Hebrews chapter 11, none of them took medicine. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ഒരു നീണ്ട പട്ടിക നാം കാണുന്നുവല്ലോ. ആ വാക്യങ്ങളെല്ലാം വായിക്കുവാൻ നമുക്ക് സമയം പോരാ. എന്നാലോ അവരാരും തന്നെ മരുന്ന് എടുത്തവരെ അല്ല. Some of you may have some questions. I don't think I am so knowledgeable to answer your question, all your questions, but some of the important questions in my limited understanding, let me reply to them. നിങ്ങൾക്ക് ഒരുപക്ഷെ ഹൃദയത്തിൽ പലവിധമായ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിനെല്ലാറ്റിനും ഉത്തരം തരുവാൻ ഞാൻ ജ്ഞാനമുള്ളവനല്ല. എങ്കിലും ചില ചോദ്യങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കാണുവാൻ കഴിയും. If I take medicine, I can live longer. That is why I take medicine. What is the answer to that question? ഞാൻ മരുന്ന് ഉപയോഗിക്കുന്നുവെങ്കിൽ ദീർഘായുസോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയും എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? The word of God says, those who take medicine, their life can be shortened, not lengthened. ഔഷധം ഉപയോഗിക്കുന്നവരുടെ ആയുസ്
കുറയുവാനാണ് സാധ്യത, ഒരിക്കലും നീളുകയില്ല എന്നാണ് കാര്യങ്ങൾ വെളിവാക്കുന്നത്. For example, no time to read Second Kings chapter, 2 Chronicles chapter 16. We read King Asa was a very good king, but towards the end of his life he was backslidden. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം വായിക്കുമ്പോൾ ആസ രാജാവ് ഒരു നല്ല രാജാവായിരുന്നുവെങ്കിലും തന്റെ അവസാന ഘട്ടത്തിൽ താൻ പിന്മാറ്റക്കാരനായതായി നാം വായിക്കുന്നു. We read when he was sick in his leg and the sickness increased. Then instead of seeking the Lord, he sought after the physicians, and 2 years he was bedridden, remained sick and then died. താൻ രോഗിയായപ്പോൾ രോഗം ഗുരുതരമായ അവസ്ഥയിൽ അവൻ ദൈവത്തെ അന്വേഷിക്കാതെ വൈദ്യന്മാരെ തേടിയതിനാൽ 2 വർഷക്കാലം ആ രോഗക്കിടക്കയിലായി അങ്ങനെ മരിക്കുകയാണ് ചെയ്തത്. And King Ahaziah was a wicked king. അഹസ്യ രാജാവ് ഒരു ക്രൂരനായ രാജാവായിരുന്നു. And in 2 Kings chapter 1 we read when he became sick, instead of seeking the Lord, he was sought something else, and God gave the word through the servant of God. Because you did not seek the Lord and sought something else, you will not come out of the bed and will die there. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യനെ നോക്കി പറയുകയാണ്, നീ രോഗിയായപ്പോൾ ദൈവത്തെ തേടുന്നതിന് പകരമായി മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചതിനാൽ നീ ഒരിക്കലും സൗഖ്യം പ്രാപിക്കുകയില്ല, ഈ കിടക്കയിൽ തന്നെ വെച്ച് മരിക്കുമെന്നതായിരുന്നു. Both instances show because they did not seek the Lord, their life were shortened. അവർ ദൈവത്തെ അന്വേഷിക്കാതെ പോയതുകൊണ്ട് ആയുസ്സറ്റുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And in 2 Kings chapter 20 we read about King Hezekiah, God's plan to take him from this world. 2 ദിനവൃത്താന്തം 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഹിസ്കിയാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അവനെ എടുക്കുക എന്നായിരുന്നു. But as he cried and prayed, God extended 15 years. എങ്കിലുമോ താൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം 15 വർഷം കൂടെ ആയുസ് നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. You even go to their doctor and ask a body where no medicine came, they all will say that is a better body than a body that was injected and cut and surgery done and stuffed with many medicines. Far better than that is a body that was never given any medicine. നിങ്ങളൊരു ഡോക്ടറെ തന്നെ സമീപിച്ചിട്ട് ചോദിച്ചു നോക്കുക, ശരീരത്തെ പലവിധത്തിലും മരുന്നിനാൽ മലിനപ്പെടുത്തി ഇഞ്ചക്ഷനും ഗുളികകളും ഓപ്പറേഷനും കെട്ടിലുമെല്ലാം കഴിച്ച ഒരു ശരീരം ഒരിക്കലും മരുന്നേൽക്കാത്തതായ ഒരു ശരീരത്തെക്കാളും മെച്ചപ്പെട്ടതാണ് നല്ലതെന്ന് ഡോക്ടർമാർ പോലും സമ്മതിക്കും. Yesterday you heard the testimony of that dear sister. Right from her birth she never took medicine, and by the grace of God now she is hale and hearty. കഴിഞ്ഞ രാത്രി ആ സഹോദരിയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടുവല്ലോ. ജനനം മുതൽ ഇതുവരെയും താൻ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ അവൾ സൗഖ്യമുള്ളവളായി ദൃഢഗാത്രമുള്ളവളായി ജീവിക്കുന്നു. So according to the word of God, if you take medicine you can live longer. It's a false idea. നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നതിനാൽ ദീർഘായുസ്സോടുകൂടെ ജീവിക്കാമെന്ന് ഒരു ധാരണയുണ്ടെങ്കിൽ തിരുവെഴുത്തിനനുസരിച്ച് ഞങ്ങൾ പറയട്ടെ, അത് തെറ്റായ അഭിപ്രായമാണ്. There is another question often people ask, why not pray and take medicine also? ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് പ്രാർത്ഥിച്ച് മരുന്ന് കഴിച്ചുകൂടാ? So both we can pray and we can take medicine too. പ്രാർത്ഥിക്കുകയും ചെയ്യാം, അതോടൊപ്പം മരുന്നും കഴിക്കാം. No, the Bible says the first time a doctor was called in the Bible was not for a living man but for a dead man. തിരുവെഴുത്തിൽ ഡോക്ടറെ ആദ്യമായി വിളിച്ചതായ സന്ദർഭം നമ്മൾ വായിക്കുമ്പോൾ ജീവനോടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, പിന്നെയോ മരിച്ച വ്യക്തിക്ക് വേണ്ടിയായിരുന്നു. Genesis chapter 50 verse 2. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. And Joseph commanded his servants, the physicians, to embalm his father, and the physicians embalmed Israel. പിന്നെ തന്റെ അപ്പനെ സുഗന്ധവർഗ്ഗം ഇടുവാൻ യോസേഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. So for a dead person a doctor was called in. ഒരു മരിച്ച ശരീരത്തിൽ സുഗന്ധവർഗ്ഗം ഇടുവാൻ വേണ്ടിയാണ് ആദ്യമായി വൈദ്യനെ കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. Beloved ones, I am not telling to insult you, but let me tell the word of God frankly. That shows, spiritually speaking, when you are taking medicine, you are virtually dead in the sight of God. നിങ്ങളെ ഞാൻ താഴ്ത്തി പറയുകയല്ല, എങ്കിലും വാസ്തവം പറയട്ടെ, നിങ്ങൾ മരുന്ന് എടുക്കുവാൻ പോകുന്ന സന്ദർഭത്തിൽ ആത്മീയമായി മരിച്ചു എന്നർത്ഥം.
Bible says in James chapter 5 verse 14, there's no time to read, at least, all right, read James 5:14. It says, if there is anybody sick, it doesn't say call the ambulance, call the doctor. It says, call the elders of the church. നിങ്ങൾ രോഗിയായിരിക്കുന്നവൻ ആംബുലൻസ് വരുത്തട്ടെ, ഡോക്ടറെ വരുത്തട്ടെ എന്ന് തിരുവെഴുത്ത് പറയുന്നില്ല. പിന്നെയോ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ എന്നാണ് വായിക്കുന്നത്. സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. Is any sick among you? Let him call for the elders of the church and let them pray over him, anointing him with oil in the name of the Lord. So, beloved ones, when you get healed, God wants to take all glory, not for man. നിങ്ങൾ സൗഖ്യം പ്രാപിക്കുമ്പോൾ സകല മാനവും മഹത്വവും ദൈവം എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്, അത് മനുഷ്യന് പോകേണ്ടതല്ല. We read in the Bible, a woman with 12 years of sickness, she spent all money on the physicians, and she, instead of getting better, she became worse. In that worse state, when she touched the Lord healed her. 12 സുദീർഘ വർഷങ്ങളായി രോഗിയായി കഷ്ടപ്പെട്ടിരുന്ന ആ സ്ത്രീ ഡോക്ടർമാരെ സമീപിച്ച് തനിക്കുള്ള സമ്പത്തൊക്കെയും കൊടുത്തിട്ടും അവളുടെ രോഗം വഷളായതേ ഉള്ളൂ. എന്നാൽ ആ അവസ്ഥയിൽ അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടപ്പോൾ ആ മാത്രയിൽ തന്നെ സൗഖ്യം പ്രാപിച്ചതായി തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. Some people have got a question. If divine healing is true and God wants to heal everyone, why don't you go to the hospital and heal everyone? രോഗശാന്തി എന്നത് വാസ്തവമാണെങ്കിൽ ദൈവം എല്ലാവരെയും സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആശുപത്രിയിൽ പോയി എല്ലാവരെയും പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്നില്ല എന്നാണ് ചിലരുടെ ചോദ്യം. That's a good question. അതൊരു ന്യായമായ ചോദ്യമാണ്. In John's Gospel chapter 5, one day Jesus went to a hospital. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ ഒരു ആശുപത്രിയിലേക്ക് പോയതായി നാം കാണുന്നുണ്ട്. So many sick people were there in that hospital. ആ ആശുപത്രിയിൽ ധാരാളം രോഗികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. By the way, what is the name of that hospital? ആ ആശുപത്രിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Bethesda. അത് ബെഥസ്ദ എന്നായിരുന്നു. There were so many sick people there. അവിടെ ധാരാളം രോഗികൾ കിടപ്പുണ്ടായിരുന്നു. But Jesus healed only one person in the Bethesda hospital. എന്നാൽ ബെഥസ്ദ ആശുപത്രിയിൽ ചെന്ന യേശു ഒരു രോഗിയെ മാത്രമേ സൗഖ്യമാക്കിയുള്ളൂ. All other people's eyes were in the pool, but that man 38 years waited and he didn't have any more trust in the pool. മറ്റ് എല്ലാ രോഗികളും ആ കുളത്തിൽ ആശ്രയിച്ച് കിടക്കുകയായിരുന്നു. എന്നാൽ ഈ മനുഷ്യന് കുളത്തിന്മേലുള്ളതായ ആശ്രയം നഷ്ടപ്പെട്ട് 38 ദീർഘവർഷങ്ങൾ അവിടെ കിടക്കുകയായിരുന്നു. Jesus healed that man whose eyes were taken out of that pool. ആ കുളത്തിന്മേൽ ദൃഷ്ടി പതിപ്പിക്കാതെ കിടന്നതായ ആ മനുഷ്യനെയാണ് കർത്താവായ യേശുക്രിസ്തു തൊട്ട് സൗഖ്യമാക്കിയത്. There is a very important question. Very often people ask about divine healing. ദൈവിക രോഗശാന്തിയെ കുറിച്ച് പലപ്പോഴും ചോദിക്കപ്പെടുന്ന മറ്റൊരു ചോദ്യമുണ്ട്. If divine healing is true, why some people without getting healed die? ദൈവിക രോഗശാന്തിയുടെ സത്യം വാസ്തവമാണെങ്കിൽ എന്തുകൊണ്ട് ചിലർ രോഗശാന്തി പ്രാപിക്കാതെ മരിക്കുന്നു? So many of your pastors and workers and believers go and fast and pray, claim healing, and then they die. നിങ്ങളുടെ പാസ്റ്റർമാരും സുവിശേഷ വേലക്കാരും വിശ്വാസികളും എല്ലാവരും ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അവസാനം ആ രോഗി മരിക്കുകയായി. What happened to the promise of God? I am the Lord that healeth thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് എന്ത് പറ്റി എന്നാണ് ചോദ്യം. What happened? You say that God wants to heal that poor soul, sister, that poor brother, that child died. ആ സഹോദരനെ ആ സഹോദരിയെ ദൈവം സൗഖ്യമാക്കുവാൻ ആഗ്രഹിച്ചു എന്ന വാഗ്ദത്തത്തിന് എന്ത് പറ്റി? അവനിതാ മരിച്ചുവല്ലോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. What is the answer? അതിന്റെ ഉത്തരം എന്താണ്? Beloved ones, divine healing does not eliminate death. We never preach that. ദൈവിക രോഗശാന്തി എന്നത് മരണത്തെ തുടച്ചു മാറ്റുന്നുവെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല. Once to die, equally we emphasize. അതെ, ഒരു പ്രാവശ്യം ഒരിക്കൽ മരണം എന്നത് അത് വാസ്തവമായ സത്യമാണ്. And that word of God says once to die and thereafter the judgment. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ അറിയിക്കുന്ന കാര്യമാണ്. Because we trust in God for healing, that does not mean that we will live without death forever on this mortal body. അത് ദൈവത്തെ രോഗശാന്തിക്ക് വേണ്ടി നാം ആശ്രയിക്കുന്നത് കൊണ്ട് ഈ ഭൗമിക ശരീരത്തിൽ എന്നേക്കും നാം ജീവിച്ചിരിക്കുമെന്നല്ല അതിന്റെ അർത്ഥം. Please
please read 2 Kings chapter 13 verse 14 here. Elisha was a very godly man, a man with great faith. But read what happened to him. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യം എലീശാവിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ അദ്ദേഹം ഒരു ശ്രേഷ്ഠനായ ദൈവിക മനുഷ്യനായിരുന്നു, എങ്കിലും തനിക്ക് എന്ത് പറ്റിയെന്ന് നാം അവിടെ കാണുന്നുണ്ട്. ആ കാലത്ത് എലീശ മരണഹേതുവായ രോഗം പിടിച്ചു കിടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ്, And then later on that we read that he died. Elisha became sick and he died. Now Elisha was fallen sick of a sickness whereof he died. എലീശ രോഗിയായി അവസാനമായി താൻ മരിച്ചു. ആ കാലത്ത് എലീശ മരണഹേതുവായ രോഗം പിടിച്ചു കിടന്നു. അപ്പോൾ ഇസ്രായേൽ No, that is not the verse. So there, which is the verse you read in English? Yes, sir. 13, 14, but Malayalam is wrong. What we read, Elisha became sick and died. എലീശ രോഗിയായി അവസാനമായി മരിച്ചു. So he was a man of great faith. അവൻ വലിയ വിശ്വാസ വീരനായിരുന്നു. But he became sick and without getting healed, he died. എങ്കിലും അവനും രോഗിയായി രോഗശാന്തി പ്രാപിക്കാതെ മരിച്ചു. So we don't preach divine healing eliminates death. ആകയാൽ രോഗശാന്തിയുടെ ഉപദേശം മരണത്തെ തുടച്ചു മാറ്റുന്നുവെന്ന് ഒരിക്കലും നാം പഠിപ്പിക്കുന്നില്ല. David had a child, he fasted and cried. ഒരു കുഞ്ഞുണ്ടായി, ദാവീദ് ഉപവാസമെടുത്ത് രേട്ടെടുത്ത് താഴെ കിടന്ന് പൊടിയിൽ കിടന്ന് ഉരുണ്ട് പ്രാർത്ഥിച്ചതായി കാണുന്നു. But we read in the Bible, the child became very sick and died. എന്നാലോ ആ കുഞ്ഞ് രോഗം മൂർച്ഛിച്ച് മരിച്ചു എന്നാണ് നാം വായിക്കുന്നത്. So divine healing does not mean that you live forever. ആകയാൽ ദൈവിക രോഗശാന്തിയുടെ ഉപദേശം എന്നത് നിങ്ങൾ എന്നേക്കും ജീവിച്ചിരിക്കുമെന്ന് വാഗ്ദാനം തരുകയല്ല. But one blessed truth we read in Hebrews chapter 11 verse 13 in that list of the heroes of faith. എബ്രായ ലേഖനം 11-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ 13-ാം വാക്യം വായിക്കുമ്പോൾ ഈ മഹനീയമായ സത്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഇവരെല്ലാവരും വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ദൂരത്തിൽ നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. These all died in faith, not having received the promises. Praise be to God. These all died in faith, not having received the promises. ഇവരെല്ലാം വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിക്കുകയാണ് ചെയ്തത്. So a true hero faith is the one who not only lives by faith but dies by faith. ആകയാൽ ഒരു യഥാർത്ഥ വിശ്വാസ വീരൻ വിശ്വാസത്താൽ ജീവിക്കുക മാത്രമല്ല, പിന്നെയോ അവൻ വിശ്വാസത്തിൽ മരിക്കുക തന്നെ ചെയ്യും. Very sad to say about the present day TPM state. എന്നാൽ ഇപ്പോഴത്തെ TPM സഭയുടെ അവസ്ഥ ദുഃഖത്തോടുകൂടി നാം പറയേണ്ടിയിരിക്കുന്നു. Do you know, beloved ones, earlier days, if a believer will go and die in the hospital, we don't even conduct their funerals. ആദ്യകാലങ്ങളിൽ ഒരു വിശ്വാസി ആശുപത്രിയിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ ആ അടക്കാരാധന പോലും നാം നടത്തുകയില്ലായിരുന്നു. Now the so-called rich believers insist, Pastor did not come to see me in the hospital. I am offended. I am not going to come to church anymore. എന്നാൽ ഇപ്പോൾ ചില വിശ്വാസികൾ പറയാറുള്ളത്, ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ പാസ്റ്റർ എന്നെ വന്ന് അവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചില്ല, ആയതുകൊണ്ട് ഞാൻ അല്പം ഇടറിയിരിക്കുകയാണെന്നാണ്. Beloved ones, we are the helpers of your faith, not the helpers of your unbelief. പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ സഹായിക്കാനായി ഇവിടെ വന്നിരിക്കുകയാണ്, നിങ്ങളുടെ അവിശ്വാസത്തിന് സഹായമായി നിൽക്കുവാൻ വേണ്ടിയല്ല. Our work is to help your faith, not to encourage your unbelief. നിങ്ങളുടെ അവിശ്വാസത്തിൽ നിങ്ങൾ വളരുവാനായി ഉത്തേജിപ്പിക്കുകയല്ല, പിന്നെയോ വിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. It is true, sometimes for some exceptional cases, servants of God may go and pray in the hospital too. I don't say we will never do it. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുവിശേഷ വേലക്കാർ ആശുപത്രികളിൽ പോയി പ്രാർത്ഥിക്കുന്നു വന്നേക്കാം, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല. That is the best thing to happen for us is these all died in faith. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം നാം വിശ്വാസത്തിൽ മരിക്കുക എന്നതാണ് പ്രിയരെ. Not that verse, particularly English is very clear. These all died in faith,
not having received the promises. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചു. Yes, divine healing is a promise. One day we may die if the Lord tarries. Without receiving that divine healing promise, we may die. അതെ, ദൈവിക രോഗശാന്തി എന്നത് ദൈവത്തിന്റെ ദിവ്യമായ വാഗ്ദത്തമാണ്. എങ്കിലും ഒരു ദിവസം ആ വാഗ്ദത്തം നമ്മൾ നിവർത്തിയാകാതെ നാം എല്ലാവരും മരിക്കും, കർത്താവിന്റെ വരവ് താമസിക്കുമെങ്കിൽ. Even if that promise is not fulfilled and die in faith, he is the hero of faith. ആ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ഒരു വ്യക്തി വിശ്വാസത്തിൽ മരിക്കുന്നുവെങ്കിൽ അവനാണ് വിശ്വാസവീരൻ. But look at the additional part of that verse is beautiful. These all died in faith, not having received the promises, but having seen them afar off. എന്നാൽ അടുത്തതായി നാം വായിക്കുമ്പോൾ ഇവർ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ അവയൊക്കെയും ദൂരത്ത് നിന്ന് കണ്ടുകൊണ്ട് മരിച്ചു എന്ന് കാണും. What is that they saw the promises far off and died? ദൂരെ നിന്ന് കണ്ടുകൊണ്ട് ആ വാഗ്ദത്തം എന്താണ്? Oh, they saw by faith, I'm going to get a glorious body. അതെ, ഞാനിതാ ശരീരം പ്രാപിക്കുവാൻ പോകുന്നുവെന്ന് വിശ്വാസ കണ്ണുകളാൽ അവർ കണ്ടു. The trumpet will sound and the dead shall be raised and I will be raised in a glorious body. Saw the promise and they died. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും, ഞാനും തേജോമയമായ ശരീരത്താൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന ആ ഭാവി പ്രത്യാശയോടുകൂടി അവർ മരിക്കുകയായി. Oh, that is the greater, blessed, more glorious promise than divine healing promise, beloved ones. അതേ പ്രിയരെ, ദൈവിക രോഗശാന്തി എന്ന വാഗ്ദത്തെക്കാളും മെച്ചപ്പെട്ടതായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാഗ്ദത്തമാണ് ആ തേജസ്വരീയ ശരീരത്തിന്റെ വാഗ്ദത്തം. Don't be discouraged. One day you have to die without receiving the divine healing promise. ആകയാൽ ദൈവിക രോഗശാന്തി എന്ന വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ നിങ്ങൾ ഒരു ദിവസം മരിക്കേണ്ടി വന്നാൽ ഒരിക്കലും അധൈര്യപ്പെടരുത്. You have a better promise to hold on and you can see far off that I am going to rise up with a shout with a glorious body. അതിനേക്കാളും മെച്ചപ്പെട്ടതായ ഈ വാഗ്ദത്തം നിങ്ങൾക്ക് മുറുകെ പിടിക്കുവാൻ സാധിക്കും. തേജോമയമായ ശരീരത്തിൽ ഞാനിതാ ഉയർത്തെഴുന്നേൽക്കുവാൻ പോവുകയാണ്. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, ആലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, ആലമേറ്റം ആസന്നമേ. Hallelujah. Beloved ones, that glorious day is fast approaching. അതേ പ്രിയരെ, ആ തേജസ്സിന്റെ സുദിനം ഇതാ അതിവേഗം നമ്മെ നോക്കി അടുത്തുകൊണ്ടിരിക്കുകയാണ്. Let me tell you, my personal desire is not to die but to be raptured. എന്റെ ആഗ്രഹം ഞാൻ പറയട്ടെ, മരിക്കുകയല്ല, പിന്നെയോ കർത്താവിന്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടണമെന്നതാണ്. That verse is very exciting. 2:25 in Philippians, this vile body shall be changed and we shall be fashioned like unto his glorious body. അതേ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഈ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെന്നതായ ആ വാക്യം വായിക്കുമ്പോൾ എന്റെ ശരീരമാണ് കോരിത്തരിക്കുകയാണ്. Oh beloved, but I cannot say whether I will die and be resurrected or raptured. It is in the sovereign wisdom of God. I leave it to God. അതേ, ഞാൻ മരിച്ച് കർത്താവിന്റെ വരവിങ്കൽ പുനരുത്ഥാനം പ്രാപിക്കുമോ അതോ ഞാൻ ഉത്പ്രാവണം പ്രാപിക്കുമോ എന്നത് പറയുവാൻ എനിക്ക് സാധ്യമല്ല. ആ ദൈവത്തിന്റെ അനാദി ജ്ഞാനത്തിൽ നിറഞ്ഞു കിടക്കുന്ന മർമ്മമാണ്. Again I call you, come to the foot of the cross once again and see the sufferings of Jesus. ഒരു പ്രാവശ്യം കൂടെ ഈ പകൽക്കാലം കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ കുരിശിന്റെ ചുവട്ടിലേക്ക് വന്ന് അവന്റെ ആ ശരീരത്തെ ഒന്ന് ഉറ്റുനോക്കുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. Lamentation chapter 1 verse 12 speaks what a suffering he is going through, and the Jesus says, are you not concerned about my sufferings? വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കടന്നുപോയതായ പങ്കപ്പാടുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് കാര്യമില്ലയോ എന്ന് യേശു നമ്മോട് ചോദിക്കുകയാണ്. These are not the words of self pity, these are the words of
concern for us to know his stripes and so that we may be healed. Please read it. ഇതൊക്കെയും സ്വയമായ അനുതാപം കൊണ്ട് താൻ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, പിന്നെയോ നമ്മെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരുതൽ കൊണ്ടാണ് ദൈവം ഇത് പറഞ്ഞിരിക്കുന്നത്. Lamentations. ഇത് നിങ്ങൾക്ക് ഏതെന്നല്ലോ. വായിക്കേ. യഹോവയുടെ ഉഗ്രകോപ ദിവസത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനമുണ്ടോ എന്ന് നോക്കുവിൻ. Is it nothing to you, all you that pass by? Behold, and see if there be any sorrow like unto my sorrow, which is done unto me, wherewith the Lord hath afflicted me in the day of his fierce anger. Here, Holy Spirit, through the Holy Spirit, see, it is written about 2600 years ago, Jesus was hanging on the cross somewhere near a market square publicly. പരിശുദ്ധാത്മാവ് പ്രേരിതരായി ഇവിടെ ഇതാ എഴുതിയിരിക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തു ഒരു പൊതുചന്തയിൽ ഇങ്ങനെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ പ്രതിപാദിച്ചിരിക്കുകയാണ്. So many wagging their heads and mocking Jesus and were passing by. അനേകർ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് തലകുലുക്കി പരിഹസിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. Is it nothing to you, all you that pass by? കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? Behold and see if there is any sorrow like unto my sorrow which they have done unto me. എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനം ഉണ്ടോ എന്ന് നോക്കുവീൻ. Is there any sorrow like my sorrow? എനിക്ക് വന്നിരിക്കുന്ന ഈ ദുഃഖം പോലെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? Oh, some of us when we are sick we think, oh, I am suffering too much. അതെ, ചിലപ്പോൾ നാം രോഗിയാകുമ്പോൾ നാം ചിന്തിക്കാറുള്ളത് ഞാൻ വളരെ കഷ്ടപ്പെടുന്നു എന്നാണ്. Oh, don't you, Lord, know that suffering I am going through? കർത്താവേ, ഞാൻ കടന്നു പോകുന്നതായ ഈ പങ്കപ്പാടുകളൊന്നും കാണാൻ നിനക്ക് കണ്ണില്ലയോ എന്നാണ് ചോദ്യം. Oh, beloved ones, he is waiting to heal you more than you are waiting to receive healing. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ സൗഖ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നതിനുപരിയായി കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. We only see the suffering, the stripes, that the pain, the agony that we have gone through, we will receive that stripes into our spirit and now we will all be healed. കർത്താവായ യേശുക്രിസ്തു കടന്നുപോയ ആ വേദനയും പങ്കപ്പാടുകളും കഷ്ടപ്പാടുകളും അടിപ്പിണരുകളും നാം ഒന്ന് ഉറ്റുനോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ അടിപ്പിണരുകളെ നാം പ്രാപിക്കുകയും നമുക്ക് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാം. His healing is already deposited for you. അതെ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതായ ആ സൗഖ്യം ഇതാ നിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. God says not you are going to be healed. With his stripes you are healed and there is absolutely no doubt about it. നിങ്ങൾ സൗഖ്യമാകുവാൻ പോകുന്നു എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ്. അതിന് യാതൊരു സംശയവുമില്ല. Heaven and earth shall pass away, but my word shall never pass away. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയേക്കും, എന്റെ വചനത്തിൽ ഒരിക്കലും മാറ്റം വരികയില്ല. Receive the healing, receive the power of the stripes of Jesus. അതെ, യേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ പ്രാപിച്ചോളുവീൻ. Oh, some children of God have got a wrong concept. Divine healing is the only doctrine, or rather divine healing is the doctrine of DTM people only. ചിലരുടെ വിവാദം ഈ രോഗശാന്തിയുടെ ഉപദേശം TPM-കാർ മാത്രം പഠിപ്പിക്കുന്ന ഉപദേശം എന്നാണ്. Beloved ones, earlier days in the Pentecostal church in Kerala, you know some of the old believers, that even if somebody will take a small pill for headache, they will not be given communion or they cannot give testimony. ഈ ആദ്യകാലങ്ങളിൽ പഴയ വിശ്വാസികൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, മരുന്നെടുക്കുകയോ ആശുപത്രിയിൽ പോവുകയോ ഗുളിക കഴിക്കുകയോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് സഭയിൽ സാക്ഷ്യം പറയുന്നതിനോ തിരുവത്താഴം എടുക്കുന്നതിനോ ഒരിക്കലും അനുവാദമില്ലായിരുന്നു. Leave alone TPM, let us see Assemblies of God. One prominent pastor was Harold Horton. TPM സഭയെ, നമ്മുടെ സഭയെ കുറിച്ച് നാം അല്പം മറക്കുക. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പ്രധാന പാസ്റ്ററായ ഹെറോൾഡ് ഹോട്ടൺ എന്ന ആള് പറയുന്നത് നോക്കുക. I will read out from his book Gifts of the Spirit, page 105. ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് എന്ന പുസ്തകത്തിന്റെ 105-ാം പേജിൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: Medicine and surgery is the world's way. മരുന്നും ശസ്ത്രക്രിയയും ഏറ്റവും മോശമായ കാര്യമാണ്, ലോകത്തിന്റെ കാര്യമാണ്. God's way, the only way revealed in the word of God, is healing by supernatural divine power. എന്നാൽ ദൈവത്തിന്റെ വഴിയോ തിരുവെഴുത്തിൽ കൂടെ വെളിവായിരിക്കുന്നത്
പ്രകൃതിക്ക് അതീതമായ ശക്തിയാൽ നാം സൗഖ്യം പ്രാപിക്കുക എന്നതാണ്. These two ways are entirely opposed. ഈ രണ്ട് വഴികളും പരസ്പര വിരുദ്ധമായതാണ്. Divine healing is the only healing authorized by the scriptures. ദൈവത്തിന്റെ തിരുവെടുത്ത് നമുക്ക് ആധാരമാക്കി തരുന്ന ഒരേ വഴി രോഗശാന്തി കർത്താവിൽ കൂടെ പ്രാപിക്കുക എന്നതാണ്. And another saint says, Smith Wigglesworth, he was also very leading servant of God attached to Assemblies of God. ആ സ്മിത്ത് വിഗിൾസ്വർത്ത് എന്നതായ മറ്റൊരു ദൈവദാസൻ പറയുന്നത് അദ്ദേഹവും അസംബ്ലീസ് ഓഫ് ഗോഡോട് ചേർന്നതായ ഒരു ശുശ്രൂഷകനായിരുന്നു. When you have a sickness in your body, if you cannot believe that Jesus has power to heal, how can you believe after your death, your body is decomposed and gone, Jesus has power to raise it from the grave when Jesus comes? നിങ്ങളുടെ ശരീരത്തിൽ രോഗികളായി തീരുമ്പോൾ കർത്താവിനെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മരണാനന്തരം നിങ്ങളുടെ ശരീരം ശവക്കുഴിയിൽ ചീഞ്ഞ് അഴുകിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത് ഉയർപ്പിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? All will agree raising a dead man from the grave needs greater power than healing a sickness. ഒരു മരിച്ച വ്യക്തിയെ ശവക്കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കേണ്ടതിന് ഒരു സാധാരണ രോഗിയെ സൗഖ്യമാക്കുന്നതിലും ഉപരിയായ ശക്തി ആവശ്യമാണെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി സമ്മതിക്കുന്ന വിഷയമാണ്. Better to die trusting in God than living doubt and than to live doubting in God. ദൈവത്തിൽ അവിശ്വസിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മരിക്കുക എന്നതാണ്. Beloved ones, time is up. Let me say one more point from the word of God and close my words. പ്രിയമുള്ളവരെ, സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ ഒരു വിഷയം കൂടെ മാത്രം തിരുവെഴുത്തിൽ നിന്ന് എടുത്തു കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. Only a saint who trusts in the word of God and trusting in divine healing can escape the sting of death. ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ ശക്തിയിലും ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന്റെ വിശുദ്ധന് മാത്രമേ മരണത്തിന്റെ വിഷമുള്ളിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. Please read that kindly. If you got a Bible, at least I want you to open the Bible to read this text. ഈ ഒരു വാക്യമെങ്കിലും വായിക്കുവാൻ നിങ്ങൾ എല്ലാവരും വേദപുസ്തകം തുറക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. 1 Corinthians chapter 15 verse 55 and 56. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം 55-ഉം 56-ഉം വാക്യങ്ങൾ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. O death, where is thy sting? O grave, where is thy victory? The sting of death is sin, and the strength of sin is the law. So here we read about the sting of death. ഇവിടെ ഇതാ മരണത്തിന്റെ വിഷമുള്ളിനെ കുറിച്ച് നാം വായിക്കുകയാണ്. That we read from there that it has come through sin. The sting of death came through sin. മരണത്തിന്റെ വിഷമുള്ള പാപത്താൽ ഉളവായതാണ്. You know the first sin of disobedience of our forefathers of Adam and Eve. പൂർവ്വപിതാക്കളായ ആദമിന്റെയും ഹവ്വയുടെയും പാപം നമുക്കറിയാമല്ലോ. We know that disobedience, that sin can only be cured by obedience. അനുസരണക്കേട് എന്നതായ പാപം നമ്മിൽ നിന്ന് അകറ്റേണ്ടതിന് തിരുവെഴുത്തിന് ആധാരമായി നാം അനുസരിക്കേണ്ടിയിരിക്കുന്നു. Divine healing also is an obedience to the word of God. ആകയാൽ ദൈവിക രോഗശാന്തി എന്നതും ദൈവവചനത്തെ അനുസരിക്കുക എന്ന സത്യമാണ്. In other words, the one who does not trust in divine healing and die, he or she will have the sting of death at the time of death. അഥവാ ദൈവിക രോഗശാന്തിയിൽ ആശ്രയിച്ച് മരിക്കാത്ത ഒരു വ്യക്തിയിന്മേൽ ഈ രോഗത്തിന്റെ വിഷമുള്ളിന് അധികാരമുണ്ടായിരിക്കുമെന്നർത്ഥം. That pain, the sting of death, is a pain not only for the body but for the soul and spirit. ആ വിഷമുള്ളിനാൽ കുത്തുകൊള്ളുന്നതായ ആ വേദന ശരീരത്തിൽ മാത്രമല്ല, പിന്നെയോ ദേഹിയിലും പ്രാണനിലും അനുഭവിക്കുന്ന വേദനയാണ്. If you got a cut in your body, you have pain in the body. You don't say you have pain in the spirit or soul. നിങ്ങളുടെ ശരീരത്തിന് ഒരു മുറിവേറ്റാൽ നിങ്ങളുടെ ശരീരം വേദനിക്കുന്നു എന്നാണ് പറയുന്നത്. എന്റെ പ്രാണനും എന്റെ ദേഹിയും വേദനപ്പെടുന്നു എന്ന് പറയുകയില്ലല്ലോ. If some beloved ones dies, then you feel the pain in your soul, not in your finger or in your body. നിങ്ങളുടെ സ്വന്തക്കാർ ആരെങ്കിലും മരിക്കുമ്പോൾ അതിന്റെ വേദന ശരീരത്തിലോ വിരലിലോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല, പിന്നെയോ ഹൃദയത്തിലാണ് അനുഭവപ്പെടുന്നത്. The sting of death is a terrible tormenting pain for spirit, soul and body. എന്നാൽ
മരണത്തിന്റെ വിഷമുള്ളിനാൽ ഉണ്ടാകുന്ന വേദനയോ, ഇത് ദേഹം, ദേഹി, ആത്മാവിലുണ്ടാകും എന്ന വേദനയാണ്. But look at the verse, but thanks be to God which giveth us the victory through our Lord Jesus Christ. എന്നാലോ അടുത്ത വചനം നോക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. In other words, word of God says, those who trust in divine healing through the Lord Jesus Christ, we can overcome the sting of death. അഥവാ മറ്റു വിധത്തിൽ പറയുകയാണെങ്കിൽ, ദൈവിക രോഗശാന്തിയിൽ ആശ്രയിച്ച് മരിക്കുന്ന ഒരു വ്യക്തി ഈ മരണത്തിന്റെ വിഷമുള്ളിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. No, none of you want to die that terrible death with the sting of death, pain bringing to your body, soul and spirit, and die in that state. മരണത്തിന്റെ വിഷമുള്ളു കൊണ്ടുണ്ടാകുന്ന ആ വേദനയാൽ ആത്മാവും പ്രാണനും ദേഹവും വേദനിച്ചുകൊണ്ട് മരിക്കുവാൻ നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. God also doesn't want that you, in case you happen to die before the rapture, you may die that terrible death, the sting coming into your spirit, soul and body. കർത്താവിന്റെ വരവിന് മുൻപായി നിങ്ങൾ മരിക്കേണ്ടി വന്നാൽ ഈ മരണത്തിന്റെ വിഷമുള്ളിന്റെ കുത്തുകൊണ്ട് വേദനപ്പെട്ട് ദേഹത്തിലും പ്രാണനിലും ആത്മാവിലും വേദനയോടെ മരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. Once the Spirit of God is today is pleading with us. That verse 11, Hebrews 11:13, these all died in faith, not having received the promises, but seeing it afar off. അതേ പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കേണപേക്ഷിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിച്ച ആ വചനം, അവരൊക്കെയും വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. Even though one day we may have to die if the Lord delays his coming without receiving the promise of healing, but we can look forward to a greater promise of glorious resurrection and we can close our eyes. കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ആ രോഗശാന്തിയുടെ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ നാം എല്ലാവരും ഒരുപക്ഷെ മരിച്ചേക്കാം. എങ്കിലും അതിനേക്കാളും മെച്ചപ്പെട്ടതായ ആ തേജസ്സേറിയ ശരീരത്തിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മരിക്കാം. I could see in my spirit of faith is coming into your spirits. അതെ, ഇപ്പോൾ തന്നെ വിശ്വാസത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതായി എനിക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നു. Spirit of faith is surging into your spirits. വിശ്വാസത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിലേക്ക് ഇതാ വരികയാണ്. The gates of hell cannot prevail against the militant church. അതെ, ഈ സഭയെ കർത്താവ് മതത്തിന്റെ ഗോപുരങ്ങൾ ജനിക്കുകയില്ല. God is making you a hero of faith. നിങ്ങൾ ഒരു വിശ്വാസ വീരനായി I മാറ്റുകയാണ്. believe when you stand on the pearly gates, ആ തങ്ക തെരുവീതിയിൽ ആ വാതിൽ നിങ്ങൾ നിൽക്കുമ്പോൾ Jesus will shake hand with you. യേശു വന്ന് കൈകുലുക്കുവാൻ പോവുകയാണ്. Come in, blessed of the Lord. അതെ, അനുഗ്രഹിക്കപ്പെട്ടവരെ അകത്ത് വരിക. Enter into the joy of the Lord. അതെ, നിന്റെ രാജാവ് സന്തോഷത്തിൽ പ്രവേശിക്കുക. Those who walk in faith today will walk on the golden street in New Jerusalem. ഇന്ന് വിശ്വാസത്തിൽ സഞ്ചരിക്കുന്നവർ അന്ന് പുതിയ യെരുശലേമിൽ തങ്ക തെരുവീതിയിൽ നടക്കും. Oh, a glorious future is waiting for us. അതെ, നമുക്ക് വേണ്ടി ഒരു ഭാവി പ്രത്യാശ കാത്തിരിക്കുകയാണ്. Death cannot conquer us. മരണത്തിന് നമ്മെ കീഴടക്കുവാൻ കഴിയുകയില്ല. Sickness cannot conquer us. രോഗത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. Pain cannot conquer us. വേദനയ്ക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. Devil cannot conquer us. പിശാചിന് സാധ്യമല്ല. Hell cannot conquer us. Hell cannot conquer us. നരകത്തിന് നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. Oh, death, where is thy sting? മരണമേ, നിന്റെ വിഷമുള്ളവിടെ? Grave, where is thy victory? പാതാളമേ, ജയമെവിടെ? Oh, sting of death is sin. പാപത്തിന്റെ വിഷമുള്ള മരണത്തിന്റെ വിഷമുള്ള പാപം. Strength of sin is the law. അതെ, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. But thanks be unto God which giveth us the victory. നമുക്ക് ജയം തരുന്ന കർത്താവിന് സ്തോത്രം. Glorious Lord is working now. അതെ, ഇതിനാവൃത്തി നമ്മുടെ മധ്യമുണ്ട്. We are going to fly away to glory. തേജസ്സിലേക്ക് നാം പറന്നുയരുവാൻ പോവുകയാണ്. Have a glorious future, beloved ones. ഒരു തേജോമയമായ പ്രത്യാശ നമുക്കുണ്ട്. It's true, the worldly people will mock at us. അതെ, ലൗകികർ നമ്മെ പരിഹസിച്ചേക്കാം. I want today, as I am closing my words, I am bringing a challenge through the Holy Spirit to you. ഇന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതോടെ ഒരു വെല്ലുവിളി നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ How അയക്കുകയാണ്. many of you want to live in faith and die in faith? നിങ്ങൾ എത്ര പേർക്ക് വിശ്വാസത്തിൽ ജീവിച്ച് വിശ്വാസത്തിൽ മരിക്കണമെന്നുണ്ട്? Your family may forsake you. നിങ്ങളുടെ കുടുംബം നിങ്ങളെ ഉപേക്ഷിച്ചേക്കാം. Your husband may forsake you. നിങ്ങളെ ഭർത്താവ് ഉപേക്ഷിച്ചേക്കാം. But Jesus will never forsake you. യേശു ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. Oh, those who die in divine healing, they
Whether on life or death, you want to stand for the truth of healing. ജീവിച്ചാലും മരിച്ചാലും രോഗശാന്തിക്ക് വേണ്ടി ഞാൻ ജീവിക്കും. All those who make that concrete decision now stand up. ആ സ്ഥിരമായ തീരുമാനം എടുക്കുന്നവർ മാത്രം ഇപ്പോൾ എഴുന്നേൽക്കുക. From today, Jesus is enough for my healing. ഇന്നു മുതൽ എന്റെ സൗഖ്യത്തിന് എനിക്ക് യേശു മതി. Not only for my soul, my body. He is the savior of my body. എന്റെ ദേഹിക്ക് മാത്രമല്ല ശരീരത്തിനും കർത്താവ് രക്ഷിതാവാണ്. If you make a decision, അങ്ങനെ തീരുമാനിക്കുന്നെങ്കിൽ God will honor you. ദൈവം നിങ്ങളെ മാനിക്കും. But one day if you die, you will die as a hero of faith. ഒരു ദിവസം നിങ്ങൾ മരിക്കുമ്പോൾ വിശ്വാസ വീരനായി മരിക്കും.